ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിവാഹത്തിൻ്റെ ക്ഷണക്കത്ത് പ്രിൻ്റ് എല്ലാം എടുത്തുകൊണ്ടുവരുന്ന സത്യഭാമയാണ്. അതേസമയം ശാലിനിയെ കാണാനായി ശാരദാമ്മ അങ്ങോട്ടേക്ക് വരുന്നു. ശാരദാമ്മയ്ക്ക് തന്നെ ആദ്യത്തെ ക്ഷണക്കത്ത് നൽകുകയാണ് സത്യഭാമ. തുടർന്ന് ശാരദാമ്മയും ശാലിനിയും അടക്കം സത്യഭാമ അപമാനിക്കുമ്പോൾ രാഘവൻ നായർ ഭാമയ്ക്ക് കണക്കിന് തന്നെ കൊടുക്കുന്നു. തുടർന്ന് ആ വെഡിങ് ഇൻവിറ്റേഷൻ കാർഡെല്ലാം കാർത്തികയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഭാമ പറയുകയാണ്, മോളെ നീ ഒരു കാര്യം ചെയ്, ഇതുകൊണ്ട് പൂജാ റൂമിൽ വെച്ച് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വിവാഹത്തിന് ഒരു തടസ്സം വരാതിരിക്കാനും ഒരു ദുഷ്ടശക്തിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാനുമൊക്കെ പ്രാർത്ഥിക്കുക. ഇത് കേൾക്കുന്ന കാർത്തിക ക്ഷണക്കത്തുമായിട്ട് മുകളിലേക്ക് പോവുകയാണ്. അങ്ങനെ കാർത്തിക ക്ഷണക്കത്തിന്റെ മുമ്പിൽ ആരതി ഒഴിയുന്നതാണ് കാണിക്കുന്നത്. അതേസമയം മധുശ്രീ കാർത്തികയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ചെയ്തു തന്ന ഉപകാരങ്ങൾക്കെല്ലാം കാർത്തിക മധുശ്രീയോട് നന്ദി പറഞ്ഞ സമയത്ത് ക്ഷണക്കത്തിനൊട്ടാകെ തീ പിടിക്കുകയാണ്. ആ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് കാർത്തിക. കാർത്തിക തീ അണയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കാർത്തികയെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല. തുടർന്ന് സത്യഭാമയും വിഷ്ണുവിനെയും ഒക്കെ തന്നെ മുകളിലേക്ക് വിളിക്കുകയാണ് കാർത്തിക. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയും വിഷ്ണുവും പൊന്നിയുമെല്ലാം മുകളിലേക്ക് പോകുന്നതാണ്. അതേസമയം രാഘവൻ നായർ പറയുകയാണ്, ശാരദമ്മ വിഷമിക്കാതെ വീട്ടിലേക്ക് പോകാൻ നോക്ക്. ഈ വിവാഹം എന്താണെങ്കിലും നടക്കില്ല എന്നുള്ളതിന്റെ ഒരു വ്യക്തമായ സൂചന തന്നെയല്ലേ ഇപ്പോ ഈശ്വരൻ നമുക്ക് കാണിച്ചു തന്നത്. അതുകൊണ്ടല്ലേ ആ ക്ഷണക്കത്ത് ഒട്ടാകെ തന്നെ തീ പിടിച്ചു പോയത്. ഇനി എന്താണെങ്കിലും ഈ വിവാഹം നടക്കാനേ പോകുന്നില്ലെന്നും രാഘവൻ നായർ ശാരദാമ്മയോട് പറയുന്നു. ഇത് കേൾക്കുന്ന ശാരദാമ്മയ്ക്ക് സന്തോഷമാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് പൊന്നി ക്ഷണക്കത്തിൽ പിടിച്ചിരിക്കുന്ന തീ കെടുത്തുന്നതാണ്. അതേസമയം ഇതെല്ലാം കണ്ട് ഞെട്ടലോട് നിൽക്കുകയാണ് സത്യഭാമ. പിന്നീട് കാണിക്കുന്നത് ശാലിനിയാണ്. ശാലിനി അനുപല്ലവിയെ വിളിക്കുകയാണ്. അനു, ഇതിന്റെ ഇടയ്ക്ക് എന്തൊക്കെയോ ഗൂഢാലോചന തന്നെ നടന്നിട്ടുണ്ടെന്ന് പറയാം. എന്താണെങ്കിലും ജയശങ്കർ എന്തിനാ മൊഴി മാറ്റി പറഞ്ഞതെന്നും ആര് പറഞ്ഞിട്ടാണ് ജയശങ്കർ അങ്ങനെ ചെയ്തതെന്നും ഒക്കെ തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണം. അതിനു വേണമെങ്കിൽ ജയശങ്കറിനെ പൊക്കേണ്ടി വന്നാലും കുഴപ്പമില്ലെന്ന് ശാലിനി പറയുമ്പോൾ അതിനൊക്കെ സമ്മതം പറയുകയാണ് അനുപല്ലവി. തുടർന്ന് അനുപല്ലവി വിക്ടറിന്റെ സഹായത്തോടെ ജയശങ്കറിനെ തേടി പോകുന്നതാണ് കാണിക്കുന്നത്. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയുടെ വീടാണ്. നടന്ന കാര്യങ്ങളെല്ലാം ശാരദാമ്മ ഗോപാലകൃഷ്ണനോട് പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ ദേഷ്യത്തോടെ പുറത്തേക്ക് പോകാൻ ഒരുങ്ങുന്നു. ഗോപാലട്ടൻ ഈ രാത്രി എവിടെ പോകുന്നെന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുകയാണ്, കൊല്ലാൻ. ആ തള്ളയെ ഞാൻ തന്നെയായിരിക്കും കൊല്ലുന്നത്. അവരെ ഞാൻ ഇന്ന് തന്നെ കൊല്ലും, ആ സത്യഭാമയെ എന്ന് പറഞ്ഞുകൊണ്ട് ഗോപാലകൃഷ്ണൻ പുറത്തേക്ക് പോകുമ്പോൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ശാരദാമ്മ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.